Hello friends, welcome to Codeeureka. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ബൈനറി നമ്പറിനെ ഡെസിമൽ നമ്പറിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ഡെസിമലിനെ എങ്ങനെയാണ് ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതെന്ന് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഐ ബട്ടണിലുണ്ട്, കാണാത്തവർ കാണാം. അപ്പോൾ നമുക്ക് പ്രോഗ്രാമിലേക്ക് കിടക്കാം. അതിന് മുമ്പേ ഇപ്പൊ നിങ്ങൾക്ക് അതിന്റെ കൺവേർഷൻ അറിഞ്ഞില്ലെങ്കിൽ ജസ്റ്റ് ആ കൺസെപ്റ്റ് അറിഞ്ഞിരിക്കുക. അപ്പൊ ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ എടുത്തു വെച്ചിട്ടുണ്ട്, ഒരു ബൈനറി നമ്പർ. ബൈനറി നമ്പർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, അതിനകത്ത് സീറോസും വൺസും മാത്രമേ കാണത്തുള്ളൂ. അപ്പൊ അതിനെ ഒരു ഡെസിമൽ നമ്പറിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ 2ന്റെ പവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ നമ്പർ എടുത്ത് എഴുതിയിട്ട് അതിനെ ബാക്കിലോട്ടാണ് പ്രോസസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ബാക്കിൽ നിന്നാണ് റീഡ് ചെയ്ത് തുടങ്ങുന്നത്. അതായത് ആദ്യം ഏറ്റവും ലാസ്റ്റ് ഡിജിറ്റ് ഏതാണ്? 1. അതിനെ 2⁻0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് നെക്സ്റ്റ് നമ്പറിനെ 2⁻1, അതായത് ബാക്കിലോട്ട് പോകുന്തോറും 2ന്റെ പവേഴ്സ് കൂടി വരും. ഓരോ ഡിജിറ്റിനെ എടുത്തിട്ട് 2ന്റെ ആ കറസ്പോണ്ടിങ് പവറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് അത് ആഡ് ചെയ്ത് കിട്ടുന്നതാണ് നമ്മുടെ ഡെസിമൽ നമ്പർ. അപ്പൊ ആദ്യത്തെ ഡിജിറ്റിനെ 2⁻0, അടുത്തതിനെ 2⁻1, അടുത്ത 2⁻2, 2⁻3. ഇനി ഇപ്പൊ ഇപ്പുറത്തോട്ടുണ്ടെങ്കിൽ 2⁻4 അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അവസാനം ആഡ് ചെയ്ത് എഴുതാം. മനസ്സിലായോ? ഇത് ചെയ്യുമ്പോൾ ഇതിപ്പോ എത്ര കിട്ടും? ഇത് 8 കിട്ടും. ഇത് 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതുകൊണ്ട് ഈ ഒരു ടേം 0 ആയി പോകും. അപ്പൊ അടുത്തത് ഇതെന്ന് പറയുന്നത് 2 വരും. അപ്പൊ 8 + 2 10. പിന്നെ ഈ ടേം 1 ആയിരിക്കും. അപ്പോൾ 11. അങ്ങനെയാണ് ഇത് കിട്ടുന്നത്. അപ്പൊ ഇതിന്റെ കൺസെപ്റ്റ് മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് ആദ്യം എടുക്കേണ്ടത് നമ്മൾ ഈ ലാസ്റ്റ് ഡിജിറ്റ് ആണ് എടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് അതിന് തൊട്ട് മുമ്പത്തെ ഡിജിറ്റ്, അങ്ങനെയാണ് പ്രോസസ് ചെയ്ത് പോകേണ്ടത്. അപ്പൊ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പുതിയ ജാവ പ്രൊജക്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇതിപ്പോ ജാവ പ്രൊജക്ട് ഓപ്ഷൻ ഇല്ല. നമ്മൾ അതറിൽ പോയിട്ട് ജസ്റ്റ് ജാവ പ്രൊജക്ട് എന്ന് ടൈപ്പ് ചെയ്താൽ മതി. ഇവിടെ ജാവയ്ക്കകത്ത് വന്നോളും. എന്നിട്ട് ഡെസിമൽ ബൈനറി ജസ്റ്റ് വെറുതെ ഒരു പേര് കൊടുക്കുകയാണ്. നെക്സ്റ്റ് കൊടുക്കുക, ഫിനിഷ് കൊടുക്കുക. ഇപ്പൊ നമ്മുടെ പ്രൊജക്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് പുതിയൊരു ക്ലാസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. എന്താണ്? ബൈനറി ടു ഡെസിമൽ ആണല്ലോ. ഇനി പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ ടിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇനി എന്താണ്? നമ്മൾ യൂസറുടെ കയ്യിൽ നിന്ന് ഒരു നമ്പർ വാങ്ങിക്കണം അല്ലെ. അപ്പോൾ ജസ്റ്റ് സിസ് ഔട്ടിനകത്ത് എൻ്റർ എ നമ്പർ. ഓക്കെ, നമ്മളൊരു നമ്പർ വാങ്ങിച്ചു. ഇനി എങ്ങനെയാണ് അത് നമ്പർ യൂസറുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നത്? സ്കാനർ ക്ലാസ് വെച്ചിട്ടല്ലേ. അപ്പൊ സ്കാനറിന്റെ ഒബ്ജക്റ്റ് ഉണ്ടാക്കണം. സ്കാനർ സ്കാൻ ഈക്വൽ ടു ന്യൂ സ്കാനർ system.in കൊടുക്കുക. ഇനിയിപ്പോ നമ്മളൊരു ഇൻഡിജർ ആയിരിക്കുമല്ലോ വാങ്ങിക്കുന്നത്. അപ്പോൾ int num ഈക്വൽ ടു സ്കാൻ ഡോട്ട് നെക്സ്റ്റ് ഇന്റ് കൊടുക്കുക. അപ്പൊ നമ്മളിപ്പോ ഒരു നമ്പർ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താണ് നമ്മുടെ കണ്ടീഷൻ? വൈൽ നമ്പർ ഗ്രേറ്റർ ദാൻ 0 ആവുന്നത് വരെ. ഓക്കെ, അപ്പൊ വൈൽ നമ്പർ ഗ്രേറ്റർ ദാൻ 0 ആവുന്നത് വരെ ഈ ലൂപ്പ് കണ്ടിന്യൂ ചെയ്താൽ മതി. അപ്പൊ ഇങ്ങനൊരു കണ്ടീഷൻ കൊടുത്തു. ഇനി എന്താണ്? ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഇപ്പൊ ഈ ലാസ്റ്റ് ഡിജിറ്റിനെ നമുക്ക് എടുക്കണം അല്ലെ. ലാസ്റ്റ് ഡിജിറ്റിനെ നമുക്ക് എപ്പോഴും എക്സ്ട്രാക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ നമ്പറിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കൊരു ഹരണഫലവും കിട്ടും, ശിഷ്ടവും കിട്ടും അല്ലെ. ഹരണഫലം എന്ന് വെച്ചാൽ നമ്മുടെ കോഷ്യന്റ്, ശിഷ്ടം എന്ന് വെച്ചാൽ നമ്മുടെ റിമൈൻഡർ. കോഷ്യന്റും റിമൈൻഡറും കിട്ടും. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു നമ്പറിന്റെ റിമൈൻഡർ മാത്രം കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ 10 കൊണ്ട് അതിനെ മോഡ് ചെയ്താൽ മതി. അതായത് ലാസ്റ്റ് ഡിജിറ്റിനെ നമുക്ക് ഏത് നമ്പറിന്റെ എക്സ്ട്രാക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അതായത് ആ റിമൈൻഡർ എന്നല്ല അതിനെ പറയുന്നത്, ലാസ്റ്റ് ഡിജിറ്റ്, അതിനെ എക്സ്ട്രാക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ 10 കൊണ്ട് മോഡ് ചെയ്യുക. ബാലൻസ് ഡിജിറ്റിനെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്പർ കൊണ്ട് ബൈ ചെയ്യുക, അതായത് ഡിവൈഡഡ് ബൈ ചെയ്യുക. ഇനി അപ്പൊ ഈ ലാസ്റ്റ് ഡിജിറ്റിന് നമുക്ക് കിട്ടും. അടുത്ത എന്താണ്? ഈ 101 എന്നുള്ള നമ്പറിന്റെ അവസാനത്തെ 1 കിട്ടണം എന്നുണ്ടെങ്കിൽ വീണ്ടും 10 കൊണ്ട് മോഡ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഡിവൈഡഡ് ബൈ ചെയ്യുമ്പോൾ ഈ 10 കിട്ടും. വീണ്ടും ചെയ്യുക. അപ്പൊ മോഡ് ചെയ്യുമ്പോൾ 0 കിട്ടും. പിന്നെ അങ്ങനെ ബാലൻസ് 1 കിട്ടും. അങ്ങനെ ഐട്രേറ്റ് ചെയ്ത് പോയാൽ മതി. അപ്പൊ ഓരോ ഐട്രേഷനിലും നമുക്ക് ലാസ്റ്റ് ഡിജിറ്റിനെ എടുക്കണം. പിന്നെ പാസ് ചെയ്യേണ്ടത് ഈ ബാലൻസ് നമ്പറിനെയാണ് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം മോഡ് ചെയ്യണം. റിമൈൻഡർ കിട്ടാൻ മോഡ് ചെയ്യണം എന്നല്ലേ പറഞ്ഞത്. അപ്പൊ എന്താണ്? നമ്പർ മോഡ് 10. നമ്പർ മോഡ് 10 ചെയ്യുമ്പോൾ നമുക്ക് ലാസ്റ്റ് ഡിജിറ്റ് കിട്ടി. ഇനി ഇത് ഏതെങ്കിലും ഒരു വേരിയബിൾ സ്റ്റോർ ചെയ്യണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മൾ റിമൈൻഡറല്ലേ എടുക്കുന്നത്. റിമൈൻഡർ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. എന്നിട്ട് ഈ റിമൈൻഡറിനകത്തോട്ട് ഈ നമ്പറിനെ സ്റ്റോർ ചെയ്തു. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഈ ലാസ്റ്റ് ഡിജിറ്റ് 1 എന്നുള്ളത് ഈ റിമൈൻഡറിൽ കിട്ടി. ഇനി അടുത്ത ഇറ്ററേഷനിൽ വീണ്ടും ഈ 1011 വീണ്ടും പാസ് ചെയ്യേണ്ട. അടുത്ത ഈ 101 പാസ് ചെയ്തിട്ട് ലാസ്റ്റിലത്തെ 1 എടുത്താൽ മതി അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം? ഇത് ഈ ഡിജിറ്റ് എടുത്ത് കഴിയുമ്പോൾ തന്നെ
പുതിയ നമ്പർ 101 ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുക, നമ്പർ ബൈ 10 ചെയ്യാം. ഓക്കെ, അപ്പൊ ഇപ്പൊ 101 എന്നുള്ള വാല്യൂ നമുക്ക് കിട്ടും. അപ്പൊ ഇതും നമ്മൾ ഏതെങ്കിലും ഒരു വേരിയബിളല്ല, നമ്മുടെ നമ്പറിനകത്തോട്ട് തന്നെ കൊടുക്കുക. അതായത് ഇപ്പൊ നമുക്ക് ആദ്യം കൊടുത്ത നമ്പർ എത്രയാണ്, 1101 എന്നല്ലേ, അതിൽ നിന്ന് 1 എടുത്തു. അപ്പൊ ഇനി പുതിയ നമ്പർ എന്ന് പറയുന്നത് 101 അല്ലേ. അപ്പൊ ഈ നമ്പർ എന്നുള്ള വേരിയബിള് ഇപ്പൊ പുതിയതായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തു. മനസ്സിലായോ? ഇത്രയും ചെയ്തു. അപ്പൊ നമ്മൾ ഈ 1 എന്നുള്ള വാല്യൂ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടേ ഉള്ളൂ. ഇനി നമ്മൾ അതിനെ 2⁴ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. അപ്പൊ 2⁴ കൊണ്ട് ഈ പവർ ഫംഗ്ഷൻ എഴുതാൻ വേണ്ടിയിട്ട് നമ്മുടെ ജാവയിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്, അതാണ് മാത്ത് ഡോട്ട് പവർ എന്ന് കൊടുത്താൽ മതി. എന്നിട്ട് പവർ ഓഫ് 2⁻0 അല്ലേ, അപ്പൊ ആദ്യത്തെ നമ്പർ 2. പിന്നെന്താണ്, ഓരോ ഐട്രേഷനിലും 2⁴0 വരും, 1 വരും, 2 വരും, 3 വരും. ഇതിന്റെ വാല്യൂ ഇങ്ങനെ ഒന്ന് കൂടി വരും അല്ലെ. അപ്പൊ നമ്മൾ ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് ഐ എന്നാണ്. ഐന്നൊരു വേരിയബിൾ കൊടുത്തു. എന്നിട്ട് ഈ ഐ 0 തൊട്ട് ഇൻക്രിമെന്റ് ചെയ്ത് കൊടുത്താൽ പോരെ. അപ്പൊ അതിനു മുമ്പ് ഞാൻ ഇവിടെ ഐ ഡിക്ലെയർ ചെയ്തിട്ടില്ല. അപ്പൊ ഇവിടെ ഞാൻ ജസ്റ്റ് ഡിക്ലെയർ ചെയ്യുക int i = 0. അതായത് ആദ്യത്തെ വാല്യൂ 0 ആണ് അല്ലെ. അപ്പൊ 2ന്റെ വാല്യൂ ഇപ്പൊ ഐയുടെ വാല്യൂ 0 ആയി. അപ്പൊ നമുക്കിപ്പോ എന്താണ്, 1 കിട്ടി, 2⁴0 കിട്ടി. ഇനി അതിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണ്ടേ. മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ റിമൈൻഡറിലല്ലേ നമ്മുടെ 1 എന്നുള്ള വാല്യൂ ഉള്ളത്. അപ്പൊ റിമൈൻഡർ ഇൻറ്റു മാത്ത് ഓഫ് പവർ ഇങ്ങനെ കൊടുക്കുക. ഓക്കെ, ഇനിയിപ്പോ ഒരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പൊ 1 × 2⁴0 വരെ ചെയ്തു. ഇനി എന്താണ്, ആ കിട്ടുന്ന റിസൾട്ടിനെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം അല്ലെ. അപ്പൊ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് വേറൊരു വേരിയബിൾ ഇവിടെ കൊടുക്കുകയാണ്, int decimal = 0 എന്ന് കൊടുക്കുകയാണ്, സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ ഡെസിമൽ എന്നുള്ള DEC എന്നുള്ള വേരിയബിളിനകത്തോട്ട് നമുക്ക് ഈ ആഡ് ചെയ്ത് കിട്ടുന്നതിനെ സ്റ്റോർ ചെയ്യാം. ഡെസിമൽ ഡെസിമൽ പ്ലസ് ഇത്. അപ്പൊ ഇതെന്താ ചെയ്യുക, അപ്പൊ ആദ്യത്തെ വേരിയബിൾ ഇതിനകത്ത് ഡെസിമലിനകത്ത് എന്തെങ്കിലും വാല്യൂ ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ പ്ലസ് ചെയ്ത് അങ്ങനെ പൊക്കോളും അല്ലെ. ഇവിടെ ഒരു എറർ കാണിക്കുന്നത് എന്താന്ന് വെച്ചാല് ഇതിനെ ഇന്റ് ആയിട്ട് ടൈപ്പ് കാസ്റ്റ് ചെയ്യണം, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ ഇനി ഇതിനകത്ത് ഒരു കാര്യം കൂടെ നമ്മൾ മിസ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ ആദ്യത്തെ ഐട്രേഷൻ കഴിയുമ്പോൾ നമുക്ക് 1 കിട്ടി, ബാലൻസ് നമ്പറിനെ നമ്മൾ നമ്പറായിട്ട് സെറ്റ് ചെയ്തു, എന്നിട്ട് അതിനെ മൾട്ടിപ്ലൈ ഒക്കെ ചെയ്ത് കൊടുത്തു. ഇനി എന്താണ്, ഈ ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്ത് കൊടുക്കണം. അടുത്ത ഐട്രേഷനിൽ 101 വരുമ്പോൾ ഐയുടെ വാല്യൂ എത്രയാണ്, ഐയുടെ വാല്യൂ 1 ആയിരിക്കണം. ആദ്യത്തെ ഐട്രേഷനിൽ ഐയുടെ വാല്യൂ 0 ആണ്. ഇനി 1 ആക്കി കൊടുക്കണ്ടേ. അപ്പൊ ജസ്റ്റ് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടെ ഒരു i++ കൊടുത്താൽ മതി. മനസ്സിലായോ? അപ്പൊ ഐയുടെ വാല്യൂ ഓരോ വട്ടം കഴിയുമ്പോഴും ഇൻക്രിമെന്റ് ആയിക്കോളും. ഇനി നിങ്ങളിവിടെ ജസ്റ്റ് വന്നിട്ട് സിസ്ഔട്ടിനകത്ത് ഈ ഡെസിമൽ എന്നുള്ള വാല്യൂ പ്രിന്റ് ചെയ്താൽ മതി. അപ്പൊ നമുക്കിതെങ്ങനെ വർക്ക് ചെയ്യുന്നു നോക്കാം. ഇവിടെ റൺ ആസ് ജാവ ആപ്ലിക്കേഷൻ കൊടുക്കുകയാണ്. എൻട്രി നമ്പർ നമുക്കൊരു ബൈനറി നമ്പർ 110 കൊടുക്കാം. അപ്പൊ അതാ വാല്യൂ വന്നു 6 എന്ന്. ഡെസിമൽ നമ്പർ ഈസ് 6 എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്നുകൂടെ റൺ ചെയ്ത് നോക്കാം. ഇതാ ഒരു നമ്പർ ഇപ്പൊ കൊടുക്കാൻ പറയുന്നു. അപ്പൊ നമ്മൾ കൊടുക്കുകയാണ് 110011. കുറച്ച് വലിയ നമ്പർ കൊടുക്കാം. ഇതാ ഇത് 51ന്റെ കറസ്പോണ്ടിങ് ബൈനറി ആണ്. ഈ പക്ഷേ ചെറിയ ഏതെങ്കിലും ഒരു നമ്പർ കൊടുക്കാം, 111 കൊടുക്കാം. ഇതാ 7. കണ്ടോ, ഇത് ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. അപ്പൊ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.